ശുചിമുറി തുറന്നു കൊടുക്കാത്തതിന് പമ്പുടമയ്ക്ക് 1,61,000 രൂപ ഫൈൻ കൊടുത്തല്ല ഫൈൻ അടിപ്പിക്കാൻ കാരണക്കാരിയായ ടീച്ചറമ്മയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ടീച്ചറെ നമസ്കാരം. ശരിക്കും ഒന്ന് എന്തായിരുന്നു സംഭവിച്ചത്? 2024 മെയ് 8-നാണ് ഈ സംഭവം നടന്നത്. എൻ്റെ ഭർത്താവ് കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. ഞങ്ങൾ വെക്കേഷന് കാസർഗോഡ് പോയിട്ട് തിരികെ വരുന്ന വഴിയാണ് ഈ സംഭവം ഉണ്ടായത്. എവിടെ വെച്ചായിരുന്നു സംഭവം? കോഴിക്കോട് പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പെട്രോൾ പമ്പിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അത് ശരിക്കും നമ്മളെ രാത്രിയായിരുന്നു? അതെ, രാത്രിയാണ്. നമ്മൾ എന്തുവായിരുന്നു അവിടെ ചെന്നപ്പോൾ? എന്താ അവർ ആറ്റിറ്റ്യൂഡൊക്കെ എന്തുവായിരുന്നു? 8 മണിക്ക്, രാത്രി 8 മണിക്ക് ശേഷമാണ് അവിടെ എത്തിയത്. 3 മണിക്കാണ് കാസർഗോഡ് നിന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നത്. രാത്രി 8 മണിക്കാണ് നമ്മൾ ഈ പമ്പിലെത്തുന്നത്. 8 മണിക്ക് ശേഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോൾ അടിക്കാൻ വാഹനം നിർത്തുന്ന സമയത്താണ് ഞാൻ വാഷ്റൂമിലേക്ക് പോയത്. അവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അവിടെ നിന്ന് പമ്പിലെ ജീവനക്കാരനോട് ഞാൻ അതിൻ്റെ താക്കോൽ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താക്കോല് മാനേജറുടെ കയ്യിലാണ്, തുറന്നു തരാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും പമ്പിൻ്റെ താക്കോല് മാനേജർ പൂട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. മാനേജർ അപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ തന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ എമർജൻസിയാണ്, 3 മണിക്ക് യാത്ര തുടങ്ങിയാണ്, ഇതുവരെ മറ്റിടത്തും പോകാൻ പറ്റിയില്ല, എമർജൻസിയാണ്, തന്നേ പറ്റൂ, അർജൻസിയാണ്, സഹകരിക്കണം. നമ്മൾ വളരെ റിക്വസ്റ്റ് ചെയ്തു. അപ്പോഴവർ തന്നില്ല, നിഷേധിച്ചില്ല എന്ന് പറഞ്ഞില്ലേ, മാഡത്തിന് തന്നില്ല എന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ ധാർഷ്ട്യമല്ല, അവർ തന്നില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്യുന്ന എനിക്ക് പോയേ പറ്റത്തുള്ളൂ, വേറെ എവിടെ ഉണ്ട്? നമുക്ക് അപരിചിതമായ സ്ഥലമല്ലേ കോഴിക്കോട്, നമുക്ക് അറിഞ്ഞുകൂടാ. അപരിചിതമായ സ്ഥലമായതുകൊണ്ട് നമ്മളിങ്ങനെ തന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആവശ്യത്തിൻ്റെ കൂടുതലുകൊണ്ട് ഞാൻ അവിടെ കണ്ട നമ്പർ നോക്കിയപ്പോൾ അതെല്ലാം മാനേജർ, ഡീലർ, അങ്ങനെ കുറേ നമ്പർ. ഓരോ നമ്പറിൽ ഞാൻ മാറി വിളിച്ചപ്പോഴൊന്നും ആരും പ്രതികരിച്ചില്ല. അപ്പോൾ തിരിച്ച് വിളിക്കുകയൊന്നും ചെയ്തില്ല. അപ്പോഴത്തേക്ക് ഈ വിളിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവരുടെ ധാർഷ്ട്യം ഒന്നുകൂടെ കൂടുകയും വീണ്ടും അവർ നമ്മളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് സംസാരം. എന്നാൽ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് അവരിപ്പോൾ കളിയാക്കൽ മാറി അങ്ങ് അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ സമയം രാത്രിയാകുന്നു. അപ്പോഴാണ് ഈ പോലീസിൻ്റെ 112-ലേക്ക് വിളിക്കുന്നതും. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം, പയ്യോളി സ്റ്റേഷനിലേക്ക് ഇത് കൈമാറുകയാണ്, പയ്യോളി സ്റ്റേഷനിൽ നിന്ന് നിങ്ങളെ വിളിക്കും, അപ്പോൾ നിങ്ങളത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാവൂന്ന് പറഞ്ഞതനുസരിച്ചാണ് അവിടെ നിന്നത്. പെട്ടെന്ന് തന്നെ പയ്യോളി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. അവിടുന്ന് വളരെ മാന്യമായ പ്രതികരണമായിരുന്നു, അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ അവിടെ നിന്നു. പോലീസ് വന്ന് ഇവരോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. അവർ താക്കോല് കയ്യിലില്ലാത്തതുകൊണ്ട് തുറന്നു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പോലീസ് നിങ്ങളുടെ ഡീലർഷിപ്പ് വരെ പോകുന്ന കേസാണിത്, നിങ്ങൾ തുറന്നു കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവർ നിസ്സഹായരായിരുന്നു, ജീവനക്കാർ നിസ്സഹായരായിരുന്നു, അവരുടെ ഈ താക്കോലില്ല. അപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് തുറന്നു. എത്ര സമയം കൊണ്ട് പോലീസ് എത്തിയായിരുന്നു? ഏകദേശം 1 മണിക്കൂർ. ശരിക്കും പറഞ്ഞാൽ ടീച്ചർ ഈ 1 മണിക്കൂർ ടോയ്ലറ്റിൽ പാത അത്രയ്ക്ക് ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. അതെ. എന്നിട്ട് പോലും അവർ ഇല്ല. ഒരു ആൾട്ടർനേറ്റീവ് സംവിധാനങ്ങളൊന്നും പറഞ്ഞു തരുകയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്, അത് അത്രയ്ക്ക് നിസ്സഹായാവസ്ഥയിലാണ് അവിടെ ചെല്ലുന്ന പരിഗണനയൊന്നും അവർ കാണിച്ചില്ല. അല്ല, തൊട്ടടുത്ത് ഒരു സൗകര്യം ഒന്നും. നമ്മളൊരു വഴക്കുണ്ടാക്കാനല്ല, കാരണം നമ്മൾ അന്യ സ്ഥലക്കാരല്ലേ, പരിചയമില്ലാത്തടത്ത് നമ്മൾ അങ്ങനെ അവർ ഒരു തരത്തിലുള്ള സഹകരണവും ഇല്ലെന്നല്ല, നമ്മളെ അധിക്ഷേപിക്കുകയൂടെ ചെയ്തപ്പോഴാണ് നമുക്കിങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നിയത്. അപ്പോൾ പോലീസ് പറഞ്ഞു സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുക്കണം, കൊടുത്തിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു. നമ്മൾ സ്റ്റേഷനിലേക്ക് പോയി പരാതി എഴുതി കൊടുത്തു. പിന്നീട് അങ്ങനെയാണ് പിന്നെ ഉപഭോക്തൃ പരിഹാരത്തിൽ ഫോറത്തിലേക്ക് പോയതല്ലേ. അപ്പോൾ ഇപ്പം അവിടുന്ന് വിളിച്ചിരുന്നു ഇതുപോലെ അവർക്ക് ഫൈൻ കൊടുത്തു എന്ന് പറഞ്ഞ് ആദ്യം കോളി വരുന്നത് ഇവിടെ നിന്നാണ് അത് അറിയുന്നത് ടീച്ചർ? ഇല്ല, എന്നെ പിന്നെ ഓർഡർ ആണെന്ന് കഴിഞ്ഞ ദിവസം ഓർഡർ ആയി എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് വിളിച്ചിരുന്നു. കോടതി ഓർഡർ വാങ്ങിക്കാൻ പോയി. അപ്പം നമ്മൾ ഓർഡർ ഇങ്ങനെയാണെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചല്ലല്ലോ പോകുന്നത്. ഞാൻ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് വരുമായിരുന്നു. അപ്പോൾ ഇടി മഴയൊക്കെ ഉള്ളൊരു സമയത്തായിരുന്നു. കോടതിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച കൈപ്പറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ കൈപ്പറ്റിയപ്പോഴാണ് അവിടെ പറഞ്ഞു ഇങ്ങനെ കിട്ടും. ഈ ഒരു കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് എപ്പോഴെങ്കിലും പിന്നെ പയ്യോളി പോകേണ്ടി വരികയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ലല്ലേ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. പോകേണ്ടി വന്നില്ല. ഇവിടെ എനിക്ക് പത്തനംതിട്ട പോയാൽ മതിയായിരുന്നു. പത്തനംതിട്ട വരെ പോയാൽ മതിയായിരുന്നു. പിന്നെ അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ, വിളിച്ചതിന്റെ ബില്ലുകൾ നമ്മുടെ കയ്യിലുണ്ട്, ഫോൺ കോളുകളാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ, അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ടീച്ചറെ, ഈ സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ വരുമ്പം ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് സമൂഹത്തിൽ, കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ. പക്ഷേ എന്താണ് ടീച്ചർക്ക് ഇപ്പം ഇതിനു വേണ്ടി, ഇപ്പോൾ ഇങ്ങനൊരു 1.5 ലക്ഷം രൂപയോളം അവർക്ക് ഫൈൻ കൊടുത്തു, ഇനിയുള്ള തലമുറയോട് എന്താ പറയാനുള്ളത് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ?
ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റൊക്കെ സർക്കാർ നടപടികൾ, ഒരുപാട് ശുചിമുറികൾ, നമുക്ക് ഒരു പമ്പിലല്ലാതെ പോകാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കണം. വഴിയോരങ്ങളിലായാലും ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി അത് വൃത്തിയായി സൂക്ഷിക്കാനുള്ള, പമ്പിൽ വെച്ചല്ല ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു പ്രാഥമിക ആവശ്യം വരാമല്ലോ. ആവശ്യം എന്ന് പറയുമ്പോൾ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രാഥമിക കൃത്യം എന്ന് പറയുമ്പോൾ മറ്റു പല ആവശ്യങ്ങളും ഉണ്ട്. അതൊന്നും ഒരു പുറത്തു പറയാനോ സമൂഹത്തിൽ പങ്കിടാനോ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം അങ്ങനത്തെ പല ആവശ്യങ്ങൾക്കും ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഒരു പൊതു ഇടങ്ങളിൽ ശുചിമുറികൾ ധാരാളം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്, അത്യാവശ്യമാണ്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് ഒരു അഭിഭാഷകനെ വെച്ചിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനകത്ത് ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളിലും കോടതി കൃത്യമായി പോവുകയും കോടതി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഞാൻ നടത്തിയിരുന്നത്. എന്തായാലും നമുക്ക് നീതി കിട്ടി. ഇനി ആർക്കും ഇതൊരിക്കലും സംഭവിക്കാതിരിക്കും. അതെ, ഇത് സ്ത്രീകൾക്കെന്ന് മാത്രമല്ല പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഇതൊരു പാഠമാണ്. ഒരുപാട് സ്ത്രീകൾ നമ്മളെ വിളിച്ചിരുന്നു, ഒരുപാട് ടീച്ചർമാര്, ഫ്രണ്ട്സ്, ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അനുഭവം ഞങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. അയ്യോ ടീച്ചറെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 1.5 ലക്ഷം കിട്ടത്തി. ഞാൻ പറഞ്ഞു കിട്ടുമായിട്ട് പ്രതികരിച്ച് ആ തരത്തിൽ പോയിരുന്നെങ്കിൽ നിങ്ങൾക്കും കിട്ടിയേനെ. അവരാരും പ്രതികരിച്ചില്ല, ഒരുപാട് ആളുകൾ പ്രതികരിക്കാതെ അയ്യോ കഴിഞ്ഞ ആഴ്ച കൂടെ ഇങ്ങനെ ഉണ്ടല്ലോ, പമ്പിന് മെയിൻ്റനൻസ് ആന്ന് പറഞ്ഞ് തുറന്നു തരാതിരിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് തുറന്ന് കൊടുക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു പാഠമാണ്. തുറന്നു കഴിഞ്ഞപ്പോൾ വളരെ വൃത്തിയായി കിടക്കുന്ന പമ്പാണ്, ടോയ്ലറ്റാണ്, വെള്ളമുണ്ട്, ഫ്ലഷ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു കംപ്ലൈൻറ്റും ആ ടോയ്ലറ്റിന് പറയാനില്ല. ഞങ്ങൾ എല്ലാവരും ഉപയോഗിച്ചു. കൂടാതെ ഞങ്ങൾ അവിടെ നിന്നിരുന്ന സമയത്ത് തന്നെ ധാരാളം ആളുകൾ ഈ ടോയ്ലറ്റിന്റെ അടുത്തേക്ക് ബൈക്കിൽ വരുന്നുണ്ട്. ക്ലോസ്ഡ് ആണെന്ന് അറിയുമ്പോൾ അവർ പെട്ടെന്ന് വണ്ടി തിരിച്ച് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആളുകൾ വരുന്നുണ്ട്, ഉപയോഗിക്കാൻ പറ്റാത്ത പോകുന്നുണ്ട്. അല്ല, ഈ ശരിക്കും ദാക്ഷ്യം കാണിച്ചെന്ന് പറഞ്ഞ സ്റ്റാഫുകളാണോ അതോ ഓഫീസിൽ ഇരുന്നവരാണോ? അവിടെ ഇപ്പോൾ ഓഫീസിൽ ആരും ഇല്ലായിരുന്നു, എല്ലാവരും ഈ പമ്പിന്റെ വെളിയിലാണ്. പോലീസുകാരെത്തിയപ്പോഴത്തേനും ഇവരുടെ ഇതെല്ലാം കഴിഞ്ഞു. പോലീസുകാരെത്തിയപ്പോഴേക്കും കുറെ അതിലേക്ക് 1-2 പേരൊക്കെ അങ്ങ് സ്ഥലം വിട്ട്, ആളുകളെ കാണാനില്ലായിരുന്നു. പിന്നെ ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത കുറച്ച് പേരൊക്കെയാണ് അവിടെ നിന്നത്. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, ഒരു സ്ത്രീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഒന്ന് ടോയ്ലറ്റിൽ പോകണം. ആണുങ്ങളാവുമ്പോൾ ശരി, നമുക്ക് എവിടെയെങ്കിലും ഒരു മറവിൽ നിന്ന് എന്തും ചെയ്യാം. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടോയ്ലറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ടീച്ചർ പറഞ്ഞ പോലെ പിന്നെ പല ആവശ്യങ്ങളുണ്ട് ടോയ്ലറ്റ്. അപ്പം ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ശുചിമുറികൾ ഒരുപാട് സ്ഥാപിക്കേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ പല വലിയ ടൗണുകളിലും അല്ലെങ്കിൽ പോകുന്ന ഇടങ്ങളിലും ഒരുപാട് ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഈ ടീച്ചറിന് വന്ന ഗതി ഈ ടീച്ചറിന് ഈ ഒരു ഗതി വരില്ലായിരുന്നു. അപ്പം പമ്പുകാരോട് പ്രത്യേകം പറയുകയാണ്, ഇനിയെങ്കിലും ആരെങ്കിലും വന്നാൽ ഈ പറഞ്ഞ ടോയ്ലറ്റ് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ 1-2 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂർ ഏഴംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. GPM UPS പൂതങ്കരയിലെ HM കൂടിയാണ് ടീച്ചർ. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ, ഫൈറ്റ് ചെയ്തതിലും ഇതിൻ്റെ കൂടെ നിന്നതിനും. കാര്യം പല സ്ത്രീകൾക്കും ഇതൊരു പ്രചോദനമാണ്. താങ്ക് യു.